നമ്മുടെ സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പരിപ്പ് കറി. ഇന്ന് നമുക്ക് പരിപ്പ് കറി തയ്യാറാക്കാം. 1/2 കപ്പ് ചെറുപയർ ഇതൊന്ന് വറുത്തെടുക്കാം. ചെറുപയർ ഈ പരുവത്തിന് മൂപ്പിച്ചെടുക്കണം, ഒരുപാടിട്ട് മൂപ്പിക്കരുത്. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പിളർന്നെടുക്കാം. പയറ് പിളർന്നെടുത്തോ ഇത് തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം. തൊലി കളഞ്ഞ പരിപ്പ് കഴുകിയെടുക്കാം. കഴുകിയ പരിപ്പ് കുക്കറിലിട്ട് ഒരു 3 കപ്പ് വെള്ളം ഒഴിക്കാം. 3 കപ്പ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്കറിൽ വേവിച്ചെടുക്കാം. 1 കപ്പ് തേങ്ങാപ്പീര, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ജീരകപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ലതുപോലെ വെന്ത് പറ്റി വന്നിട്ടുണ്ട്. ഇതൊന്ന് തവി വെച്ച് ഉടച്ചെടുക്കാം. ഇനി അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഉപ്പ് ആവശ്യത്തിനിടാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിക്കരുത്, ഒന്ന് ചൂടാകിയേ ചെയ്യാവുള്ളൂ. വെള്ളമൊക്കെ അതിൻ്റെ പരുവത്തിന് തന്നെ. ഇനി കടുക് താളിച്ചത് ചേർത്ത് ഇളക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സദ്യ പരിപ്പ് കറി റെഡിയായി. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അടിപൊളി ഒരു പരിപ്പ് കറിയാണ്. സദ്യയൊക്കെ തയ്യാറാക്കുമ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നമ്മുടെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക.